അത് എടുക്കുമ്പോ കാണാലോ. ആ ഗേറ്റ് കഴിഞ്ഞ കാണാൻ പറ്റില്ല. ഒരു പ്രധാനപ്പെട്ട 2 സാധനങ്ങളാണ്, 2 ഇഷ്ടി വേണം. ഇഷ്ടിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെയിറ്റുള്ള. കിട്ടി 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 കിട്ടി. പാമ്പിനല്ല, പൈപ്പ് കിട്ടി. അത് എടുക്കുമ്പോ കാണാലോ. ആ ഗേറ്റ് കഴിഞ്ഞ കാണാൻ പറ്റില്ല. മതി മതി മതി. ഒന്ന് റിസ്ക് പിടിച്ചുള്ള പരിപാടിയാണ്, അറിയാലോ. വലയിൽ വിട്ട് എടുക്കണതാ. അവർക്ക് വേറെ സ്വയരക്ഷയ്ക്ക് വേറൊരു മാർഗ്ഗമില്ല, കടിക്കാന്നുള്ളത് തന്നെ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അവന്റെ രക്ഷപ്പെടുത്താൻ പോകണമെന്നൊന്നും ഒരു ചിന്ത ഉണ്ടാവില്ല അവർക്ക്. അപ്പൊ സ്നേക് മാനിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് ചെറുവത്തൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് മൺതിട്ട, കുറച്ച് ഹൈറ്റ്, എന്താ പറയുക, പല പല തട്ടുകളായിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ മൺതിട്ടുണ്ട്. ഇവിടെ ഫെൻസിങ്ങിനൂടെ വലയിട്ടിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ വലയിലൊരു മൂർക്കം കുടുങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, അത്യാവശ്യം വലുപ്പമുള്ളൊരു മൂർക്കം പാമ്പാണ്. ആൾക്കാരൊക്കെ കൂടെ പാമ്പിനെ കാണാൻ വേണ്ടി ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ വേറെ സ്ഥലത്ത് റെസ്ക്യൂവിന് പോയിക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ എത്താനായിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ വിളിച്ച് പറഞ്ഞതിന് ശേഷം. അപ്പം എന്തായാലും അധികം വൈകില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് റെസ്ക്യൂവിലേക്ക് കിടക്കാം. ആ കത്തരുതെടുത്തരും. ഒരൊറ്റ കണ്ണിയമ്മ കുടുങ്ങിയിട്ടുള്ളൂ കേട്ടോ. കുറെ കാലങ്ങളായിട്ട് നിങ്ങളുടെ ഇവിടെ തൈലീനൊക്കെ പിടിച്ചു തരുന്ന ആളാട്ടാ കൊണ്ടുപോകുന്നു. പത്തി കാണാറായി.
രണ്ട് കിലോന്റെ അടുത്തുണ്ടോ? 2 കിലോനൊക്കെ ഉണ്ടോ? അപ്പൊ എന്തായാലും സംഭവം ഇത്തിരി നല്ല ആക്റ്റീവായിട്ടുള്ള പമ്പാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനെ കയ്യിലേക്കും മുകളിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചുറ്റും നിൽക്കുന്നവരോടൊക്കെ ശ്രദ്ധിക്കാനൊക്കെ പറയണേ. നമ്മളത്രയും എന്താ പറയാ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പാമ്പിനെ, കണ്ടില്ലേ? അപ്പോൾ ഓക്കെ, പിന്നെ ചെറിയ വീഡിയോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.